പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കർണാടകയിലെ സഖ്യ സർക്കാരും കോൺഗ്രസും. 2 കോൺഗ്രസ് MLA-മാർ രാജിവെച്ചതുകൊണ്ട് മാത്രമല്ല ഈ പ്രതിസന്ധി. 6 MLA-മാർ കൂടി രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. അങ്ങനെയെങ്കിൽ JDS നേതാവ് HD ദേവഗൌഡ പറഞ്ഞതുപോലെ ഭരണത്തിൽ എത്രനാൾ തുടരാനാകുമെന്ന ഉറപ്പില്ല എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെയാണ് കർണാടകയിൽ കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിൽ വിള്ളൽ വീണത്. ആ വിള്ളൽ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം JDS-ഉമായുള്ള സഖ്യമാണെന്ന് പല നേതാക്കളും പരസ്യമായി പറഞ്ഞു. ഈ മനോഭാവം അംഗീകരിക്കാനില്ലെന്നും എത്രനാൾ മുന്നോട്ട് പോകുമെന്ന് ഒരു ഉറപ്പുമില്ലെന്നും ദേവഗൌഡ തുറന്നടിക്കുകയും ചെയ്തു. സഖ്യത്തിലെ വിള്ളലും നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കലും തുടരുന്നതിനിടെ മറുവശത്ത് MLA-മാരുടെ കൊഴിഞ്ഞുപോക്കും തുടരുകയാണ്. വിജയനഗര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആനന്ദ് സിംഗ് ആണ് ആദ്യം കോൺഗ്രസ് വിട്ടത്. സ്പീക്കറെ കണ്ടു ആനന്ദ് സിംഗ് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. പിന്നാലെ മറ്റൊരു MLA രമേഷ് ജാർഖിഹോളിയും കത്ത് നൽകി. കുമാരസ്വാമി മന്ത്രിസഭയിൽ നഗരവികസന മന്ത്രിയായിരുന്നു രമേഷ് ജാർഖിഹോളി. എന്നാൽ ആദ്യ മന്ത്രിസഭാ വികസനത്തിൽ തന്നെ മന്ത്രിസ്ഥാനം പോയി. പിന്നീട് കുമാരസ്വാമി സർക്കാരിന് തലവേദനയായി രമേഷ് ജാർഖിഹോളി. സർക്കാരിനെ വീഴ്ത്താനുള്ള വിമത നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. രമേഷിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോൺഗ്രസ് സ്പീക്കറെ സമീപിച്ചിരുന്നു. രമേഷിനോട് അടുപ്പമുള്ള നേതാവാണ് ആദ്യം രാജിക്കത്ത് നൽകിയ ആനന്ദ് സിംഗ്. BJP-യിലേക്കാണ് പോകുന്നതെന്ന് ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ MLA-മാർ മറുകണ്ഠം ചാടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മന്ത്രിസഭാ വികസനത്തിൽ പരിഗണിക്കാതെ പോയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2 MLA-മാർ രാജിവെച്ചതോടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ അംഗബലം 117ആയി. കോൺഗ്രസ് 77, JDS 37, 2 സ്വതന്ത്രർ, ഒരു BSP എന്നിങ്ങനെയാണ് കക്ഷിനില. BJP-ക്ക് 105 അംഗങ്ങളുണ്ട്. 224 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 സീറ്റുകളാണ്. സർക്കാരിനെ വീഴ്ത്ത ഇല്ലെന്നാണ് BJP-യുടെ നിലപാട്. To form the government, we don't have majority, and government should JDS and Congress should run the government. And if they are running the government, why should we go for mid-poll? And if Congress MLAs or JDS MLAs are unhappy, then they have to resign. That is the final decision of Congress and JDS MLAs. We don't know about that. എന്നാൽ സർക്കാർ കാലാവധി തികയ്ക്കും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. Information that nobody is going to resign. According to me, many of them have spoken to me. They said that no one is going to resign. But Anand Singh is shocking. I'm just trying to locate him. I'm not able to trace him. How about other leaders, sir? Many of others are... Some of them, we are touching with them. I think there will be no threat to this government. JDS-ഉമായി സഖ്യം തുടരുന്നതിൽ പാർട്ടിയിൽ എതിർപ്പുണ്ടെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഉള്ളതുകൂടി പോകുമെന്ന ബോധ്യം ഹൈക്കമാൻഡിനുമുണ്ട്. അതുകൊണ്ട് തന്നെ MLA-മാരെ എന്ത് വില കൊടുത്തും പിടിച്ചു നിർത്താനാകും ഹൈക്കമാൻഡ് ശ്രമം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഊഴമായിരുന്നു ഇന്ന്. 5 പേരും രാഹുലിനെ കണ്ടു. ഒരേ കാര്യം ആവശ്യപ്പെട്ടു: രാജി തീരുമാനം പിൻവലിക്കണമെന്ന്. എന്നാൽ മുൻ നിലപാട് തിരുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ട് 1 മാസവും ഒരാഴ്ചയും പിന്നിട്ടു. പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കാൻ രാഹുൽ നൽകിയ സമയപരിധി അവസാനിക്കുകയും ചെയ്തു. പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയിട്ടില്ല. രാഹുൽ തീരുമാനം മാറ്റിയതുമില്ല. പ്രവർത്തക സമിതി അംഗങ്ങളും PCC അധ്യക്ഷന്മാരും പലകുറി രാഹുലിനെ കണ്ട് തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ടു. ഇതിനു പുറമെ മുഖ്യമന്ത്രിമാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാഹുലിനെ കണ്ടു. പക്ഷേ രാഹുൽ ഗാന്ധി നിലപാടിൽ ഉറച്ചു. ഇതോടെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സംയുക്തമായി രാഹുൽ ഗാന്ധിയെ കണ്ട് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേൽ, പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, പോണ്ടിച്ചേരി മുഖ്യമന്ത്രി V. നാരായണസ്വാമി തുടങ്ങിയ നേതാക്കളെ കേട്ട രാഹുൽ രാജി പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകിയില്ല. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് പുറത്തിറങ്ങിയ നേതാക്കൾ പങ്കുവച്ചത്. हमने अपनी बात दिल से कही है सबने मिलकर के कि राहुल गांधी जी ने हमारी बातों को गौर से सुना है, गौर से सुना है. हम उम्मीद करते हैं कि वो पॉजिटिव फैसला करेंगे. क्या होगा क्या नहीं होगा ये तो राष्ट्रीय अध्यक्ष ही बताएंगे. लेकिन जहाँ तक कि आज की मीटिंग का सवाल है, हम लोगों ने समय मांगा था राष्ट्रीय अध्यक्ष जी से और उन्होंने आज समय दिया है और हम 5 राज्य के मुख्यमंत्री उनसे मिलने वाले हैं. രാഹുൽ ഗാന്ധിയുടെ രാജിക്ക് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടരാജി ഉണ്ടായെങ്കിലും അതെല്ലാം താഴേക്കിടയിൽ ഉള്ള നേതാക്കൾ മാത്രമായിരുന്നു. വലിയ തകർച്ച നേരിട്ട മധ്യപ്രദേശിലും രാജസ്ഥാനിലും പാർട്ടിയെ നയിച്ചവർ ഇപ്പോഴും സുപ്രധാന പദവികളിൽ ഉണ്ട്. പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ലക്ഷ്യം വെച്ച അശോക് ഗെഹ്ലോട്ടും കമൽനാഥും മുഖ്യമന്ത്രിമാരായി തന്നെ തുടരുന്നു. രാഹുൽ രാജി പിൻവലിക്കണമെന്നും പ്രവർത്തക സമിതിയിലെ മുതിർന്ന നേതാക്കൾ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഇപ്പോഴും വസതിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. और बड़े नेता लोग उस चीज को समझ नहीं पाते. तो हमारा कहना यही है कि जो लंबे समय से पार्टी में जमे पड़े हैं, जिनकी कोई परफॉर्मेंस नहीं है, जिनका कोई योगदान नहीं है, जो आम कार्यकर्ताओं से मिलते नहीं है, जिनके कारण कार्यकर्ता राहुल गांधी जी से नहीं मिल पाते,
പ്രവർത്തക സമിതി വീണ്ടും യോഗം ചേർന്നാൽ രാഹുൽ എന്ത് നിലപാടാകും സ്വീകരിക്കുക? രാജി പിൻവലിക്കാനായാലും രാജിയിൽ ഉറച്ചു നിൽക്കാനായാലും തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് ഉണ്ടാക്കുക. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ രാജ്യസഭയിൽ എത്തിക്കണമെങ്കിൽ കോൺഗ്രസ് 1 വർഷമെങ്കിലും കാത്തിരിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കം DMK കനിയാതെ വന്നതോടെ ഇല്ലാതായി. സഖ്യകക്ഷിയായ ADMKയ്ക്ക് 1 സീറ്റ് വിട്ടു നൽകി 2 സീറ്റിൽ DMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 1991 മുതൽ അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു മൻമോഹൻ സിംഗ്. PV നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായപ്പോഴും പിന്നീട് 2 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോഴും സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. ജൂൺ 14-ന് മൻമോഹൻ സിംഗിന്റെ 5ാം ഊഴം അവസാനിച്ചു. മൻമോഹൻ സിംഗിന്റെതടക്കം 2 ഒഴിവുകളാണ് അസമിലുണ്ടായിരുന്നത്. പക്ഷേ അസമിൽ നിന്ന് ആരെയും വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസിന് അംഗബലമുണ്ടായിരുന്നില്ല. 43 MLA-മാരുടെ പിന്തുണ വേണം അസമിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് വിജയിക്കാൻ. കോൺഗ്രസിന് ആകെയുള്ളത് 25 MLA-മാർ. 2 സീറ്റിലും NDA നിഷ്പ്രയാസം ജയിച്ചു. അസം കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ഒഴിവുണ്ടായിരുന്നത് ഗുജറാത്തിലും ബീഹാറിലും ഒഡീഷയിലും തമിഴ്നാട്ടിലുമാണ്. ഇതിൽ ഒരിടത്തും കോൺഗ്രസിന് ജയസാധ്യതയില്ല. ആകെ പ്രതീക്ഷയുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ്. സഖ്യകക്ഷിയായ DMK-യിൽ തമിഴ്നാട്ടിൽ 6 സീറ്റുകളാണ് ഒഴിവ്. ഇതിൽ 3 സീറ്റിൽ DMK-ക്ക് വിജയിക്കാനാകും. 1 സീറ്റ് തമിഴ്നാട്ടിലെ മഴവിൽ സഖ്യത്തിലുള്ള MDMK നേതാവ് വൈക്കോയ്ക്ക് DMK നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തതാണ്. 2ാമത്തെ സീറ്റിലായിരുന്നു കോൺഗ്രസിന്റെ കണ്ണ്. മൻമോഹൻ സിംഗിനായി ഈ സീറ്റ് വിട്ടുതരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ മൻമോഹൻ സിംഗിനെ പോലുള്ള നേതാക്കൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ 1 സീറ്റ് MDMK-ക്കും 1 സീറ്റ് കോൺഗ്രസിനും നൽകിയാൽ അവശേഷിക്കുന്ന ഏക സീറ്റിൽ മാത്രമാണ് DMK-ക്ക് സ്വന്തം പ്രതിനിധിയെ വിജയിപ്പിക്കാനാകുക. ഇതായിരുന്നു DMK നേരിട്ട പ്രതിസന്ധി. ഒടുവിൽ 1 സീറ്റ് MDMK-ക്ക് നൽകി 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു DMK. മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ P. വിൽസൺ, DMK തൊഴിലാളി സംഘടനാ നേതാവ് M. ഷൺമുഖം എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസും DMK-യും നൽകുന്ന വിശദീകരണം. മൻമോഹൻ സിംഗിനെ രാജ്യസഭയിൽ എത്തിക്കണമെങ്കിൽ കോൺഗ്രസ് ഇനിയും കാത്തിരിക്കണം. ഈ വർഷം ഇനി രാജ്യസഭയിലേക്ക് ഒഴിവുകളൊന്നുമില്ല. അടുത്ത വർഷം ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒഴിവ് വരും. ഇതിൽ UP-യിൽ നിന്നും ബംഗാളിൽ നിന്നും വിജയിപ്പിക്കാനുള്ള അംഗബലമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ ആശ്രയിച്ചാകും മഹാരാഷ്ട്രയിലെ സാധ്യത. ബീഹാറിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരംഗത്തെ പോലും വിജയിപ്പിക്കാനാകാത്ത ലാലു പ്രസാദ് യാദവിന്റെ RJD രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും DMK-യെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ആന്ധ്രാപ്രദേശ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. ആദ്യം വീടിന് ചേർന്നുള്ള കെട്ടിടം ഇടിച്ചു നിരത്തി. പിന്നാലെ സ്വകാര്യ വസതി ഒഴിയാൻ നോട്ടീസ് നൽകി. ഏറ്റവും ഒടുവിൽ വിശാഖപട്ടണത്തെ TDP പാർട്ടി ഓഫീസും നിയമവിരുദ്ധമായി കെട്ടിപ്പൊക്കിയതാണ് എന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആന്ധ്ര സർക്കാർ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചന്ദ്രബാബു നായിഡു നിർമ്മിച്ചതാണ് കൃഷ്ണാനദീ തീരത്തെ പ്രജാവേദിക എന്ന കെട്ടിടം. 8 കോടിയായിരുന്നു നിർമ്മാണ ചെലവ്. പാർട്ടി യോഗങ്ങളും സർക്കാർ യോഗങ്ങളും നായിഡുവിന്റെ ഭരണകാലത്ത് അവിടെ തന്നെ ചേർന്നു. ഭരണം മാറി ജഗൻമോഹൻ വന്നു. ജഗൻ സർക്കാർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്ത നടപടി പ്രജാവേദിക പൊളിക്കലാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കെട്ടിടം തുടർന്നും ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് ജഗനോട് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. കെട്ടിടം ഇടിച്ചു നിരത്തി. പ്രജാവേദിക ഇടിച്ചു നിരത്തിയതിനു പിന്നാലെ ജഗന്റെ അടുത്ത ലക്ഷ്യം കൃഷ്ണാനദിക്കരയിലെ ഉണ്ടവല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സ്വകാര്യ വസതിയായിരുന്നു. സ്വകാര്യ വസതി നിർമ്മിച്ചിരിക്കുന്ന അനധികൃതമായാണെന്നും എത്രയും വേഗം ഒഴിയണമെന്നും ആവശ്യപ്പെട്ട് നായിഡുവിന്റെ വസതിക്ക് പുറത്ത് അധികൃതർ നോട്ടീസ് പതിക്കുകയും ചെയ്തു. തീരപരിപാലന ചട്ടപ്രകാരം നദീതീരത്ത് നിന്ന് 500 മീറ്ററെങ്കിലും അകലം പാലിച്ചു മാത്രമേ നിർമ്മാണ പ്രവർത്തനം പാടുള്ളൂ. నాయుడువిന്റെ వసతిയുടെ കാര്യത്തിൽ అది పాలికപ്പെട്ടില്ല എന്നായിരുന്നു സർക്കാർ విశదీకరణం. జూబిలీస్ లో కట్టాడు, అమరావతిలో పేరుకి. అమరావతిలో ఉండేది వాళ్ళ ఫ్రెండ్ గెస్ట్ హౌస్ లో అక్రమ కట్టడంలో ఉన్నాడు ఆయన. ఈ రోజు కూడా మళ్ళీ గెస్ట్ హౌస్ ఎదుర్కొంటా ఉన్నాడు విజయవాడలో. జగన్మోహన్ రెడ్డి గారు సొంత ఇల్లు కట్టుకొని సొంత ఇల్లు నిర్మాణం చేసుకొని పార్టీ కార్యాలయం నిర్మాణం చేసుకొని ఈరోజు తాడేపల్లి వచ్చారు. కానీ చంద్రబాబు నాయుడికి ఈ రోజు వరకు అమరావతిలో సొంత ఇల్లు లేదు, సొంత భవనం కట్టుకోలేదు. దానికి కారణం ఏంటి? പക്ഷേ കാര്യങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് ജഗൻ നൽകുന്നത്. കെട്ടിടം പൊളിക്കുകയും സ്വകാര്യ വസതി ഒഴിയാൻ നോട്ടീസ് നൽകുകയും ചെയ്ത ആന്ധ്ര സർക്കാർ തിരിഞ്ഞിരിക്കുന്നത് TDP ഓഫീസുകൾക്ക് നേരെയാണ്. വിശാഖപട്ടണത്തെ പാർട്ടി ഓഫീസുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷനാണ് നോട്ടീസ് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ ഓഫീസ് പൊളിക്കുമെന്ന് വ്യക്തമാക്കി കത്തും നൽകി. പതിവുപോലെ ജഗന്റെ പ്രതികാര നടപടിയാണെന്ന് ആവർത്തിക്കുകയാണ് TDP. രാഷ്ട്രീയമായി പകപോക്കുന്നതിന് പകരം
സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് TDPയുടെ ఉపదేశం. ప్రభుత్వ అధికారులు ఎక్కడెక్కడైతే అక్రమ కట్టడాలు నిర్మాణం చేపట్టడం జరిగిందని ప్రభుత్వం నోటీస్ తీసుకొస్తారో అవన్నిటిని మీద కూడా ఒక విశాఖపట్నం లేదా విజయవాడ లేకపోతే ఇంకోట ప్లేస్ కాదు, ఎక్కడైనప్పుడు కూడా చట్టపరంగా నిర్ణయాలు ఈ విధంగానే ఉంటాయి చర్యలు. കെട്ടിടം ഇടിച്ചിടത്തിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് ആരും കരുതേണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് YSR ക്യാമ്പ് പറയുന്നത്. വൈദ്യുതി വാങ്ങിയതിലെ അഴിമതി അന്വേഷിക്കാൻ ജഗൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതുൾപ്പെടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിച്ച് നായിഡുവിനെ നിരായുധനാക്കുകയാണ് ജഗന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരായ ആക്രമണം തുടർന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നെഹ്റുവാണെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. കശ്മീരിലെ 1/3 നഷ്ടപ്പെടാൻ കാരണം നെഹ്റുവാണ്. നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കുമെന്നും കശ്മീരിൽ സമാധാനം കൊണ്ടുവരുമെന്നും ഷാ അവകാശപ്പെട്ടു. രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസായി. कोई गलत विचार देश की जनता के बारे में खड़ा करना नहीं चाहते, देश की जनता को गुमराह भी करना नहीं चाहते, ना ही हमारा मकसद है ना हो सकता है. परंतु एक बात है, इतिहास की भूलों से जो देश नहीं सीखते हैं उनका भविष्य अच्छा नहीं होता है. इतिहास की भूलों की चर्चा होनी चाहिए और इतिहास की भूलों से सीखना. आपने कहा पूरा साल किस प्रकार से किस तारीख को सेना जीतती गई, ये सब मैं जानता हूं, मगर मुझे एक बात बताइए साहब कि ये जीतने का सिलसिला अभी बाकी था और 1 जनवरी 1949 को अभी 1/3 कश्मीर पाकिस्तान के कब्जे में था और आपने सीज फायर क्यों कर दिया? इसका जवाब मैं नहीं पूछता, पूरा देश पूछता है, इतिहास पूछता है और आपको इसका जवाब. अगर ये सीज फायर ना हुआ होता मान्यवर तो आज झगड़ा ही ना होता. अगर ये सीज फायर ना हुआ होता तो टेररिज्म भी ना होता. अगर ये सीज फायर ना हुआ होता तो 35,000 जाने न गई होती. UN में क्यों गए हम? जब महाराजा ने भारतीय संघ के साथ संधि करने के बाद ये भारत का अभिन्न अंग था कश्मीर, तो हमें UN में जाने की जरूरत क्या थी? क्यों गए? क्या ये गलती नहीं है? तो साहब इतिहास बड़ा क्रूर होता है, कितने भी साल हो जाए गलती के बारे में इतिहास सवाल पूछता है. നഗരസഭാ ഉദ്യോഗസ്ഥനെ ബാറ്റ് കൊണ്ട് അടിച്ചതിന് BJP MLA ആകാശ് വിജയ് വർഗീയ ജയിലിൽ കിടന്നത് 4 ദിവസമാണ്. പക്ഷേ ഉദ്യോഗസ്ഥനെ തല്ലിയതിൽ ആകാശിന് ഒട്ടും പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ല. എന്നാൽ ഗാന്ധി മാർഗത്തിലായിരിക്കും ഇനിയുള്ള പ്രയാണം എന്നാണ് പുറത്തിറങ്ങിയ ആകാശിന്റെ പുതിയ അവകാശവാദം. ലോകകപ്പ് ആവേശത്തിലായിരുന്നു ഇൻഡോർ 3 മണ്ഡലത്തിൽ നിന്നുള്ള BJP MLA ആകാശ് വിജയ് വർഗീയ. ക്രിക്കറ്റ് മൈതാനത്തല്ല, ഇൻഡോർ നഗരത്തിലായിരുന്നു ആകാശ് വിജയ് വർഗീയയുടെ ബാറ്റിംഗ് പ്രകടനം. തകർന്നു വീഴാറായ കെട്ടിടം പൊളിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തല്ലിയൊടിച്ചു. നോട്ടീസ് നൽകിയിട്ടും ഉടമകൾ നടപടിയെടുക്കാതിരുന്നതിനെ തുടർന്നാണ് നഗരസഭ കെട്ടിടങ്ങൾ പൊളിക്കാനെത്തിയത്. അണികൾ കൈയടിച്ചെങ്കിലും വീഡിയോ പ്രചരിച്ചതോടെ MLA അറസ്റ്റിലായി. കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം കിട്ടിയില്ല. 4 ദിവസം ജയിലിൽ കിടന്നു. പുറത്തിറങ്ങിയ ആകാശിന് പക്ഷേ ഉദ്യോഗസ്ഥനെ തല്ലിയതിൽ ഒട്ടും പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ല. തനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമാണ് ചെയ്തതെന്നാണ് ആകാശ് പറയുന്നത്. बिल्कुल गलत नहीं ठहराते हैं, 100% सही किया. और उस परिस्थिति में जब एक महिला को पुलिस की उपस्थिति में टांग खींच के घसीटा जा रहा था, विकलांग महिला को, और उसका पूरा सामान भरा हुआ घर 10 मिनट बाद तोड़ने के लिए पोकलैंड तैयार थी. കുറ്റബോധമില്ലെന്ന് പറയുന്ന ആകാശ് ഇനി പറയുന്നത് കേൾക്കണം. ഗാന്ധിജിയുടെ അഹിംസാപാത സ്വീകരിക്കാനാണ് തീരുമാനം. മറ്റു യുവാക്കളും അത് പാലിക്കണമെന്നാണ് ആകാശിന്റെ ആവശ്യം. मगर ईश्वर से प्रार्थना करता हूं कि वो दोबारा बल्लेबाजी करने का अवसर ना दे. जो अनुसरण बढ़ती जा रही है, मतलब आपकी घटना के बाद में और भी लोगों ने बल्ला उठाया. हम सबको सदा गांधी जी के दिखाए हुए मार्ग पर चलने का प्रयास करना चाहिए. ആകാശിന്റെ നടപടിയിൽ BJP ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടിയെങ്കിലും
ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ അച്ഛൻ വിജയ് വർഗീയ മകന്റെ നടപടിയെ തള്ളിപ്പറയാൻ തയ്യാറല്ല. വലിയ കാര്യമാക്കേണ്ടതില്ലെന്നും ആകാശിനെ മാത്രം കുറ്റം പറയാനാകില്ലെന്നുമാണ് വിജയ് വർഗീയയുടെ ന്യായീകരണം. दोनों ही तरफ से मेरा ऐसा मानना है कि कच्चे खिलाड़ी हैं, आकाश जी भी और नगर निगम कमिश्नर भी। बहुत बड़ा विषय नहीं था, ज़बरदस्ती बड़ा बना दिया। और मुझे लगता है कि अहंकार नहीं होना चाहिए अधिकारियों को भी, जनप्रतिनिधि से बात करना चाहिए, टेलीफोन उठाना चाहिए, इतना